ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മൂത്ത മകളാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ. മഹദിയുടെ ഉമ്മയാണ് സൈനബ് ബിന്ത് മൽഊൻ റളിയല്ലാഹു അൻഹ. ഈ സൈനബ് എന്ന മഹദി ഉസ്മാൻ ബിൻ മൽഊൻ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയും കൂടിയാണ്. ഹഫ്സ ബീവിയുടെ സഹോദരനാണ് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ. ഈ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ അക്കാലത്ത് വിദ്യാഭ്യാസം നടത്തിയിട്ടുണ്ടായിരുന്നു. നബിതങ്ങളുടെ പ്രസവമെടുത്ത ശിഫ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ ശിഫ ബീവിയുടെ അടുക്കൽ വെച്ച് എഴുത്തും വായനയുമൊക്കെ പഠിച്ച മഹദിയാണ് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ. 10ാം വയസ്സിൽ ഇസ്ലാമിലേക്ക് കടന്നുവന്നു. ഹുനൈസ് ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹു ആയിരുന്നു മഹദിയുടെ ആദ്യ ഭർത്താവ്. രണ്ടാളും ഹിജ്റയിൽ പങ്കെടുത്തിരുന്നു. ഭർത്താവ് ഹുനൈസ് എന്നവർ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ബദരിയാണ്. പിന്നീട് ഉഹദ് യുദ്ധത്തിലും പങ്കെടുത്തു മഹാനവറുകൾ. എന്നാൽ ഉഹദ് യുദ്ധത്തിൽ സാരമായ പരിക്കുകളേറ്റ മഹാൻ കാലാന്തരത്തിൽ ആ പരിക്കിന്റെ ആഘാതം മൂലം വഫാത്താവുകയായിരുന്നു. ജന്നത്തുൽ ബഖീഇൽ ഹുനൈസ് റളിയല്ലാഹു അൻഹു ഖബറടക്കപ്പെട്ടു. ആ ദാമ്പത്യ ബന്ധത്തിൽ ഹഫ്സ റളിയല്ലാഹു അൻഹയ്ക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. മഹദി ഭർത്താവ് മരണപ്പെട്ട് വിധവയായപ്പോൾ പിതാവായ ഉമർ റളിയല്ലാഹു അൻഹു അസ്വസ്ഥനായി. തന്റെ മകൾക്ക് ഒരു ഭർത്താവിനെ വേണമെന്ന ആഗ്രഹവുമായി അദ്ദേഹം പുറപ്പെട്ടു. വഴിയിൽ വെച്ച് വിഭാര്യനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുത്രിയായ റുഖിയ റളിയല്ലാഹു അൻഹയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പത്നി. അവിടുന്ന് ബദർ യുദ്ധം കഴിഞ്ഞ് നബിതങ്ങൾ മദീനയിലേക്ക് മടങ്ങി വന്നപ്പോഴേക്ക് റുഖിയ റളിയല്ലാഹു അൻഹ വഫാത്തായിരുന്നു. അങ്ങനെ ഭാര്യയുടെ വേർപാടിന്റെ ദുഃഖത്തിൽ കഴിയുകയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആ മഹാനോട് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകളെ കല്യാണം കഴിക്കുന്ന കാര്യം അന്വേഷിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുത്രിയായ റുഖിയ റളിയല്ലാഹു അൻഹയുടെ വിയോഗത്തിന് ശേഷം മറ്റൊരു കല്യാണത്തെപ്പറ്റി ആലോചിക്കാൻ കഴിയാതെ ഇരിക്കുകയാണ്, ചിന്തിക്കാൻ പറ്റാതിരിക്കുകയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അതിനാൽ ഉടനെ ഒരു തീരുമാനമെടുക്കാനാകുന്നില്ലെന്നും പിന്നീട് പറയാമെന്നും പറഞ്ഞ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നടന്നകന്നു. ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. എന്റെ മകളെ വിവാഹം കഴിക്കുമോ എന്ന് അന്വേഷണം നടത്തുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേട്ടു എന്നല്ലാതെ ഒരു മറുപടി പറയാൻ തയ്യാറായില്ല. അനുകൂലിച്ചതുമില്ല, പ്രതികൂലിച്ചതുമില്ല. മൗനം അവലംബിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ രണ്ടുപേരിൽ നിന്നും സന്തുഷ്ടമായൊരു മറുപടി ലഭിക്കാത്തതിനാൽ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചക സന്നിധിയിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് തന്റെ വിഷമങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലയോ ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ നല്ല ഒരാൾ ഹഫ്സ ബീവിയെ വിവാഹം കഴിക്കും. ഹഫ്സയേക്കാൾ നല്ലൊരു മഹദിയെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും വിവാഹം കഴിക്കും. അങ്ങനെ കൗതുകമുണർത്തുന്ന ഒരു മറുപടിയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിന്നീട് തിരുനബി തങ്ങളുടെ മകളാകുന്ന ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നുണ്ട്. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർതൃ പദവിയിലേക്ക് കടന്നു വരാൻ ഉദ്ദേശിക്കുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. തിരുനബി പറഞ്ഞതിന്റെ പൊരുൾ പെട്ടെന്നങ്ങോട്ട് മനസ്സിലാക്കിയില്ലെങ്കിലും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് കാര്യം മനസ്സിലായി.
സന്തോഷത്താൽ ഉമർ റളിയല്ലാഹു അൻഹു സുസ്മേരവദനായി മടങ്ങുകയാണ്. വഴിയിൽ വെച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നലെ തിരുനബി തങ്ങൾ ഈ വിഷയം പറഞ്ഞിരുന്നു. പക്ഷേ നബി തങ്ങൾ പറയും മുമ്പേ അത് ഞാൻ വെളിവാക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരത്തെ ഒന്നും പറയാതിരുന്നത്. അങ്ങനെ ഇരുവരും സന്തോഷങ്ങൾ പങ്കുവച്ചിട്ട് മടങ്ങുകയാണ്.